ഇഷ്ടായ മിഠായി ഓൻ്റെത് മഞ്ഞയും വെള്ളി എന്റേതോ. അപ്പൊ ഗേസ് എല്ലാരും ഇതാ നോമ്പ് തുറന്നുകൊണ്ടിരിക്കാം. എനിക്ക് ഒറ്റ പൊരിയും കിട്ടിയില്ല. ഉമ്മാക്ക് തിന്നാൻ പറ്റൂല പറഞ്ഞിട്ടോളൂ എടുത്ത് കൊണ്ടുപോയതാണ് ഗേസ്. ഹലോ ഗേസ്, അസ്സലാമലൈക്കും. അപ്പൊ ഞാൻ എന്താ സ്കൂളിട്ട് വന്ന് ഇവിടെ ഇരിക്കണം കേട്ടോ. പൊന്നാര മക്കളെ ഇനി എന്തെല്ലാം പണിയെടുക്കണം. നോമ്പ് ഓൽക്ക് രണ്ടാൾക്കും സോപ്പിടാൻ വേണ്ടി രണ്ട് മുട്ടായി എല്ലാം കൊടുക്കുന്നത്. ഇതാ ഫിലിമോളെ മിഠായി. ഫിലിം ഇഷ്ടായ മിഠായി ഓൻ്റെത് മഞ്ഞയും വെള്ളി എന്റേതോ പിങ്കും ഓളത് പിങ്കും വെള്ളി. ഇതൊക്കെ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. ഓൽക്ക് മുട്ടായി അങ്ങ് കൊടുന്നു കൊടുത്ത് ആദ്യം അതങ്ങ് റെഡിയാക്കി. ഇനിയിപ്പോൾ നമ്മൾ അടുക്കളപ്പണിക്ക് കിടക്കണം. നോമ്പല്ലേ പൊന്നാര മക്കളെ. എങ്ങനെയുണ്ട് നിങ്ങൾക്കൊക്കെ? സുഖം തന്നെയല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. നമുക്ക് റാഹത്താണ് അൽഹംദുലില്ലാ. ഒരു കുഴപ്പമില്ല കേട്ടോ. മാഷാ അല്ലാ. ഇല്ലാതിരിക്കട്ടെ. അങ്ങനത്തെ നോക്കാൻ കഴിയട്ടെ. പിന്നെ ഞാൻ ഇപ്പോൾ സ്കൂളിട്ട് വന്നതാണ്. ഇനി രാത്രിക്കൊക്കെയുള്ള ചോറ് കറി കൂട്ടാൻ നോമ്പറക്കുമ്പോഴത്തേനില്ലേ കരിച്ചലും പൊരിച്ചലും നെരിച്ചലും എന്ന് പറയുന്ന പോലെ എല്ലാമാണ്. അത് ഉണ്ടാക്കിയാലേ നമുക്ക് നോമ്പറക്കുമ്പോൾ എൻ്റെ കുട്ടികൾക്കൊരു സാറുണ്ടാവും. ഇല്ല ഇച്ചിവിടെ വന്നതിനോടൊരു കാര്യം ചോദിച്ചട്ടെ. ഉമ്മച്ചി ഇന്ന് പൊരിച്ചണ കടിയൊന്നും ഉണ്ടാക്കണില്ല. കൂട്ടുകാരെ ഞാൻ നിച്ചനോട് വെച്ചെന്ന് ഞാനൊന്നും കടിയൊന്നും ഉണ്ടാക്കണില്ല. പൊരിച്ചണ കടി നമുക്കൊന്ന് ലീവ് കൊടുക്കാറുണ്ട്. ഫോണെന്താണെന്ന് അറിയാം. അതെല്ലാം ആണെന്നാ പറയുന്നത് കേട്ടോ. എനിക്ക് നോമ്പ് തുറക്കാൻ എനിക്ക് ആദ്യമേ എനിക്ക് ഇഷ്ടമുള്ള കാര്യം അതാണ്. നോമ്പ് തുറക്കാറിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കുറേ വിഭവങ്ങൾ ഉണ്ടാക്കുമല്ലോ. കട്ട്ലേറ്റ്, അതുപോലെ സമൂസ അതൊക്കെ ഉണ്ടാക്കും. അതേപോലെ മുന്തിരി, വത്തക്ക അതൊക്കെ ചെത്തി വെക്കും. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പണ്ടേ ചെറിയതാകുമ്പോൾ തന്നെ ഓന് ഇങ്ങനെ നമ്മൾ കൂട്ടത്തിലിരുന്ന് നോമ്പ് തുറന്നിട്ട് അങ്ങനെ ശീലമല്ലോ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞാൽ ഒന്നും ഉണ്ടാക്കണില്ല എന്നൊക്കെ അതെല്ലാം ഉണ്ടാക്കണം എന്ന് തന്നെ ഇളകുന്ന കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഏതായാലും അതൊക്കെ ഉണ്ടാക്കാനുള്ള പുറപ്പാടിൽ നിൽക്കുന്ന എന്തെന്നാ എവിടുന്ന് എന്താ ഐസും കട്ടൊക്കെ എടുത്ത് ഐസ് നേരിട്ടോ. എനിക്ക് ഇന്നലെ കാന്തിക്ക് ഭയങ്കര ചുമയും. ഇത് എന്തിൻ്റെ ഐസാ ഇങ്ങനെ ഒരു വട്ട് ഇട്ടേക്ക്? ഉമ്മച്ചിന്ന് അല്ല ഉമ്മച്ചിന്ന് ഉണ്ടാക്കണോ ജ്യൂസും ഇതൊക്കെ ആണോ? എന്ത് ജ്യൂസാ വേണ്ടേ? കരിമ്പ് ജ്യൂസോ? ഇത് നടക്കുന്ന കാര്യം ഗൈസ്. നമ്മളെ പണിക്ക് കിടക്കാൻ കേട്ടോ. ഞാനിവിടെ എടുത്ത് വെച്ച സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തൊക്കെ എടുത്ത് വെച്ചൊക്കെ ഇതാ വെള്ളരിക്കയുണ്ട്, ക്യാബേജുണ്ട്. വെള്ളരിക്ക തേങ്ങ അരച്ച് കറിയും വെക്കണം. ക്യാബേജ് ഉപ്പേരിയാണ് ഇന്നത്തെ കേട്ടോ സ്പെഷ്യല്. ഇതൊക്കെയാണ് ഇന്ന് പൊലിച്ചക്കൊക്കെ കേട്ടോ. വെള്ളരിക്ക ഞങ്ങൾക്ക് അതിന് തേങ്ങ അരച്ച കറിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മീനൊന്നും കിട്ടാനില്ല. ഞാൻ അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് മീൻ വാങ്ങണം കരുതിയതിന് കേട്ടോ. മീൻ കിട്ടാല്ലേ. നിൽക്കാനെ വിളിച്ചിട്ട് പറയണൊക്കെ വരുമ്പോൾ കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കൊണ്ടു. അപ്പോൾ കത്തി പിടിച്ചിങ്ങനെ അതിനാണ് കേട്ടോ വെള്ളരിക്ക കറി വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. ഫിലുണ്ട് ഫ്രിഡ്ജ് പോയി തപ്പുന്നു കേട്ടോ. ഫിലുവാ എന്തെന്നാ എന്തിനത് മലത്തി വെച്ചിക്ക്? എന്തിനത് മലത്തി വെച്ചിക്ക്? ഒരു കാര്യവും വേണ്ട. അല്ലേ ജ്യൂസ് ഉണ്ടാക്കണ്ടേ? എല്ലാം അവിടെ ഉണ്ടായിക്കോട്ടെ. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ കൂട്ടുകാർ സമൂസ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. സമൂസ ഉണ്ടാക്കാനുള്ള മസാല ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ 2-3 കട്ട്ലേറ്റും ഉണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ അതങ്ങ് എടുക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. അത് എടുത്തിട്ട് വേണം പുറത്ത് കുറച്ച് നേരം വെക്കണ്ടേ. ഫ്രീസറിലെ ഇലയുണ്ട്. കുറച്ച് നേരം തണുപ്പെല്ലാം പോകാൻ വേണ്ടിയിട്ട് പുറത്ത് വെക്കട്ടെ കേട്ടോ. അപ്പോൾ കുട്ടനെ എന്താ അവിടെ സൈക്കിൾമ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാത്റൂംസ് പിന്നെ പുറത്തേക്കും പോയിട്ടുണ്ട്. ബാത്റൂമിൻ്റെ അവിടെ ഓളെ പോയി നോക്കണം എഴുതിയിട്ട് വന്നതാണ് കേട്ടോ. ഓളെ ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ടില്ല. ഇവിടെ അടുത്ത് തന്നെ കിണറുള്ളത്. പേടിയാണ്. കണ്ടോ അതാണ് കിണർ. ഇത്ര ഉയരം തന്നെ ഉള്ളൂ. ചിലപ്പോൾ ഒന്ന് മനസ്സ് എങ്ങനെയെന്ന് അറിയില്ലല്ലോ കുട്ടികളത് എന്താക്കിയാലും നോക്കിയാൽ പേടിയാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഓളെ നോക്കണം എഴുതി വന്നത്. അപ്പോൾ തന്നെ ഓളെ ഉള്ളിലെത്തിക്കണം കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ ഞാൻ കരുതി ഇതാ ചോറിന് വെള്ളം വെക്കാം ആദ്യം. എന്നാൽ ചോറങ്ങ് വയ്ക്കും. കുട്ടികൾക്ക് മഗ്‌രിബ് കഴിഞ്ഞേക്കന്നെ ചോറ് കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അതിന് ചോറിന് വെള്ളം കോരി അതങ്ങ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളെ പണിയിലേക്ക് കിടക്കാം ഗൈസ്. വെള്ളരിക്ക തോലെത്താൻ നിൽക്കാൻ കേട്ടോ. വെള്ളരിക്ക കറിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഇന്നലെ കട്ട്ലേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം. 3 കട്ട്ലേറ്റ് ഉണ്ടാവും മതി. എനിക്ക് വേണമെന്ന്. ഇത് സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഇന്നത്തെ ഉപ്പേരിയും കറിയൊക്കെ. കയ്പക്ക ഉപ്പേരി എനിക്കാണ് കേട്ടോ. കാക്ക് പെലച്ചക്ക് കയ്പക്ക ഉപ്പേരി ഇഷ്ടമല്ല. അത് കാബേജ് കുമ്പളങ്ങ കറിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പം ഞാനിതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അപ്പം ഇനിയിപ്പോൾ ഞാൻ അടിച്ചോനും തുടക്കണം ഇതിനൊക്കെ നിൽക്കുകയാണ്. അതേപോലെ സമൂസ ഉണ്ടാക്കാനും ഇതിനൊക്കെ ഒരുപാട് പണിയുണ്ട്. അപ്പോൾ കുട്ടീനെ നോക്കണം. അപ്പോൾ ഇങ്ങനെ ഫോൺ ഇങ്ങനെ തുറന്ന് വെക്കാൻ ഇനി പറ്റില്ല. ഞാൻ എല്ലാം റെഡി ആയതിന് ശേഷം നമുക്ക് കാണാം കേട്ടോ. ഓക്കെ ബൈ ബൈ. അപ്പോൾ ഗൈസ് നമ്മൾ സമൂസ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ.
അപ്പം നിച്ചുക്കുട്ടൻ ഇവിടെ റൂം റെഡി ആക്കിയിരിക്കണം പറഞ്ഞാൽ ആ അടിപൊളി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓനോട് ഒതുക്കി വെക്കുന്നാട്ടോ ഗേസ്. അപ്പം ഞാനിതവിടെ സമൂസയും ഇതൊക്കെ ഉണ്ടാക്കണം. ചോറ് അടുപ്പത്തിട്ട് കുട്ടികൾക്ക് വൈകുന്നേരം ചോറ് വേണ്ടേ, എന്ത് എന്നാലും വേണ്ടില്ല. അപ്പം 3 കട്ട്ലേറ്റും ഉണ്ട്. ഇത്ര സമൂസയാണ് അന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാരെ നമ്മൾ പകുതി പണി കഴിഞ്ഞിട്ട് അടുപ്പത്ത് തന്നെ പൊരിച്ച് വെച്ചിട്ട് ജ്യൂസും കൂടി അടിച്ചാൽ ഏകദേശമൊക്കെ ഓക്കെയാണ് കേട്ടോ. ഇന്നത്തെ എളുപ്പം തീർത്തിട്ട് പറഞ്ഞാൽ കുട്ടികൾ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല, അതുകൊണ്ട് എളുപ്പം ആയതാണ് കേട്ടോ. ഞാൻ പൊരിച്ചാൻ ഇതിനെല്ലാം നിൽക്കട്ടെ. ചോറ് ഏകദേശം വേവാനായിട്ടുണ്ട്. പിന്നെ കയ്പക്ക ഉപ്പേരി ഉണ്ട്, അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ വെക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കാബേജ് ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കുമ്പളങ്ങ കറിയാണെങ്കിൽ പിന്നെ ഇക്ക വന്നിട്ട് വേണം കേട്ടോ. നമ്മളിത് സമൂസ കട്ട്ലേറ്റൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഊറ്റിയൊക്കെ കറി വെക്കുന്ന കേട്ടോ. ഇതാ നമ്മൾ നോമ്പറക്കാൻ ഉണ്ടാക്കിയ സാധനങ്ങളാണ് ഇട്ടത്. പൈനാപ്പിൾ ജ്യൂസ് തന്നെയാണെന്നും നോമ്പ് തുറന്ന് അങ്ങനെ കുട്ടികളൊക്കെ നല്ലോണം തിന്നുന്നുണ്ട്. വേണ്ട. അപ്പോൾ ഗേസ് എല്ലാവരും ഇതാ നോമ്പ് തുറന്നുകൊണ്ടിരിക്കുക. നമ്മളെ 3ാമത്തെ നോമ്പ് തുറയുന്നത് ഉണ്ടാക്കിയിരിക്കുന്ന സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നല്ല സമോസ ഉണ്ട്, കട്ട്ലേറ്റ് ഉണ്ട്, ഫ്രൂട്ട്സുകൾ ഇതൊക്കെ ഉണ്ട് കേട്ടോ. മാങ്ങ തരുന്നു മാങ്ങ. അപ്പോൾ കൂട്ടുകാർ ഇന്നത്തെ പ്രധാനപ്പെട്ട വിഭവങ്ങൾ ഇതൊക്കെ തന്നെയാണ്. എന്നും നമുക്ക് നോമ്പറക്കണ്ടേ, ഇങ്ങനെ കണ്ട് ഒപ്പിച്ച് പോട്ടെ. അങ്ങനെ 3ാമത്തെ നോമ്പ് തുറന്നു, റാഹത്തായി, അൽഹംദുലില്ലാ. അപ്പം നമുക്ക് എനിക്ക് ഒറ്റ പൊരിയും കിട്ടിയില്ല. ഉമ്മാക്ക് തിന്നാൻ പറ്റൂല പറഞ്ഞിട്ടോളൂ എടുത്ത് കൊണ്ടുപോയതാണ് ഗേസ് ഒരു സമൂസ. ആന്തേ എരിഞ്ഞോ? എരിയുണ്ടോ? ഇല്ലല്ലോ, മുളകില്ലല്ലോ. അപ്പോൾ ജ്യൂസ് വേണോ? എത്ര വേണം? അങ്ങനെ ഗേസ് നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞ് കുറേ നേരം ഞങ്ങൾ വിശ്രമിച്ചതിന് ശേഷം ഒരു 10:30-11 മണിക്കാട്ടോ ചോറുന്നാണ്. ഇന്ന് ഞാൻ കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അപ്പോൾ ചോറാണ്. ചോറ് കൂട്ടുകാരെ നമ്മൾ നോമ്പ് 3ൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയറും, കമൻറ്റ്, സബ്സ്ക്രൈബും മറക്കാതെ ചെയ്യണം കേട്ടോ. ഇന്നത്തെ എല്ലാ വിശേഷങ്ങളും കഴിഞ്ഞ് ചോറൊക്കെ തിന്ന് ഞങ്ങൾ കിടക്കാൻ പോവുകയാണ്. കിടക്കുന്ന മുന്നേ നിസ്കരിക്കാനുണ്ട്. നിസ്കരിച്ചിട്ടില്ല, കുട്ടി അയച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഇനി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം വേണം കിടക്കാൻ കേട്ടോ. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും. നാളെ കാണാം കേട്ടോ. അടുത്ത വിശേഷങ്ങൾ 4ാമത്തെ നോമ്പിന് വിശേഷങ്ങളായിട്ട് കാണാം കേട്ടോ. ഓക്കെ, ബൈ.